2020 നടന്ന ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള 5 പേരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഉമർ ഖാലിദ്, സർജീൽ ഇമാം, മീരാൻ ഹൈദർ, ഗുൽഫിഷ് ഫാത്തിമ, ഷിഫ ഉർ റഹ്മാൻ എന്നിവരാണ് ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി പരിഗണിക്കുക. 5 വർഷത്തിലധികമായി റിമാൻഡിലാണെന്നും വിചാരണ നീളുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമാണ് വാദം. ജാമ്യാപേക്ഷയെ എതിർത്ത് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ജനവികാരം മറയാക്കി ഗൂഢാലോചന നടത്തിയെന്നും ഭരണം അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2020 പൗരത്വ ഭേദഗതിക്കെതിരായ ഡൽഹി ജുമാ മസ്ജിദ്, ഷഹീൻ ബാഗ് എന്നിവിടങ്ങളിൽ പ്രതിഷേധിച്ചവർക്കെതിരെ മുൻ നിയമസഭാംഗവും BJP അംഗവുമായ കപിൽ മിശ്രയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയും ഇത് സംസ്ഥാനത്തുടനീളം വ്യാപിക്കുകയായിരുന്നു. 53 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. പൗരത്വ ഭേദഗതിക്കെതിരായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഗവേഷക വിദ്യാർത്ഥികളായിരുന്നു ഉമർ ഖാലിദ് അടക്കമുള്ളവർ. കലാപത്തിന് തുടക്കമിട്ടു എന്ന് കാണിച്ചാണ് ക്രിമിനൽ ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, UPA എന്നീ വകുപ്പുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്തത്.